2026 മെയ് 30. ഇന്ന് ഞങ്ങളപ്പ ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർഡ് ആവുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇപ്പനെ കൂട്ടാൻ പോവാണ്. ഇമ്മാമ്മയും ഇമ്മേഷിൻ്റെ ചെറിയ ആൻറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ. അപ്പോൾ ഇതാണ് തിരൂർ ജില്ലാ ആശുപത്രി. 6 മാസം മുമ്പ് പ്രമോഷനായി ഇവിടേക്ക് വന്നതാണ് കേട്ടോ. അതിനു മുമ്പ് 2000 മുതൽ ഈ 2026 വരെ ഉപ്പ വർക്ക് ചെയ്തത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. അവിടെ നേഴ്സിംഗ് അസിസ്റ്റൻ്റായും ICU, CCU, ഡെന്റൽ ആൻഡ് ഐ ഡിപ്പാർട്ട്മെന്റ്, ഓർത്തോ കൂടാതെ വേറെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ 32 വർഷത്തെ സർവീസിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ നട്ടോ ഉപ്പ് റിട്ടയർഡ് ആവണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്ന് ഉപ്പൻ്റെ കൂടെ വേറെ ആളുകൾ റിട്ടയർഡ് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ വീട്ടിൽ ഫങ്ഷൻ ഒന്നും വെക്കണില്ല. അത് 2 ഹോസ്പിറ്റലിലെ ആളുകളിൽ വെച്ച് വേറൊരു ദിവസം കേട്ടോ നടത്തണ്. പിന്നെ ഓരോരുത്തരും അവർക്കുള്ള മൊമെൻറ്റോസൊക്കെ കൊടുത്തിട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും അവരൊരു മെമ്മറീസും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തിട്ടോ. അവർ പറയുന്നത് കേൾക്കുമ്പോൾ അത് നമുക്ക് കൂടെ ഫീൽ ആവായിരുന്നു കേട്ടോ. കാരണം അത്രയും ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു കേട്ടോ. ഇത് ന്യൂ ബ്ലോക്ക് ആയതുകൊണ്ട് ഒക്കെ ഓപ്പണായി വരുന്നുള്ളൂ. അവിടുന്ന് ഇരുന്ന് എല്ലാവർക്കും ഫുഡ്. പിന്നെ എല്ലാവരുടെയും യാത്ര പറച്ചിലായിരുന്നു കേട്ടോ. യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഏകദേശം വൈകുന്നേരം ആവാനായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വന്നത് തിരൂര് നൂറിലേക്കിലാണ്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇവിടെ വരുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം. അപ്പോൾ ഇമ്മച്ചി പറഞ്ഞു ഓല വെഡിങ്ങിൻ്റെ ഔട്ട്ഡോർ ഷൂട്ട് ഇവിടെ ഇരുന്നു. ഇപ്പം അവിടെ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. കൂടാതെ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ബീച്ചിലേക്കാണ് വന്നത്. നല്ല വെയിലുള്ള സമയമാണെങ്കിലും ഇവിടെ തിരക്കിനൊരു കുറവുമില്ല. ബീച്ചിൽ വന്നാൽ പിന്നെ ഉപ്പിലിട്ടതും ഐശ്വര്യയും പാനിപ്പൂരിയും ഒക്കെ മസ്റ്റാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് രാത്രിയാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്ന വഴിയിൽ ഒതുക്കുങ്ങലെത്തിയപ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കാനും കയറി. തിരിച്ച് വീട്ടിലെത്തിയിട്ട് വീണ്ടും ഞങ്ങൾ സർപ്രൈസ് കൊടുത്തിട്ടോ ഇപ്പാക്ക്. ഇന്നിപ്പാൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തു. അപ്പം ഈ വീഡിയോക്ക് ഒരു മെമ്മറിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ഫോളോ ഫോർ മോർ വീഡിയോസ്. ബൈ.